friends, we and our family is going to make a new channel on YouTube. Name RJ Tera or Travel Partner. My name is Abhijit and പിന്നെ എൻ്റെ പേരാണ് അങ്കിത്. പിന്നെ നമ്മൾ ഇപ്പം അങ്ങോട്ടല്ല നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു മന്ദിരോട് പോവാം, ശനി മന്ദിർ. പിന്നെ അവിടെ ഇപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നത് കാശി ഇപ്പോൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കയറാൻ പോവാം. ബാ ബാ. ഇപ്പൊ നമ്മൾ തുറന്ന് ഹലോ നമ്മൾ കുട്ടികൾ പറഞ്ഞതുപോലെ നമ്മളിന്നൊരു പുതിയ ചാനൽ തുടങ്ങുകയാണ് യൂട്യൂബിൽ. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ചാനലിന്റെ പേര് RJ Tera or Travel Partner. ഈ ചാനലിലൂടെ നമ്മൾ നമ്മുടെ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ യാത്രകളും ഒക്കെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കൂടെ യാത്രകൾ തുടരുകയൊക്കെ ചെയ്യുക. ഇപ്പം നമ്മൾ ഇവിടെ മഹാരാഷ്ട്രയിൽ അഹമ്മദ്നഗറിലുള്ള ഒരു ശനി മന്ദിർ എന്ന് പറയുന്ന മന്ദിറിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 10-32 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. ഇനി നമ്മളിപ്പോൾ NH 753F യാത്ര ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കാം. റൈറ്റ് സൈഡിലോട്ട് വലിയൊരു മല കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വലിയൊരു പാറയാൻ തോന്നില്ല. ഈ സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് മലകളായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കായി തുടങ്ങുന്നില്ല. സൺഡേയും കൂടെ ആയതുകൊണ്ട് റോഡിലധികം തിരക്കൊന്നും ആയിട്ടില്ല. നമ്മളൊരു ഘാട്ട് ഇറങ്ങുക. വലിയൊരു മലയൊക്കെ ഉണ്ട്. താഴോട്ട് ഇറങ്ങുക. മല കയറിയിട്ട് പതുക്കെ ഇറങ്ങുവാണ്. ഇവിടെ എപ്പോഴും 2 സൈഡിലും മലകളാണ്. പോവാണ്. വലിയ മലകളാട്ടോ. പറയാ ഒരു സൈഡിലൊരു വലിയ മല നമ്മളെങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇറങ്ങി കഴിഞ്ഞു. ചെവിയൊക്കെ അടഞ്ഞോട്ടോ. ചെവിയൊക്കെ അടഞ്ഞോട്ടുണ്ട്. നമ്മൾ താഴെ എത്തി. കോഫി ടീ കടകളൊക്കെ ഉണ്ടല്ലോ ചായ കുടിക്കാൻ പറ്റിയത്. കയറാനുള്ള ചെറിയ വഴിയിലോട്ട്, ഹൈവേന്ന് ഇങ്ങോട്ട് സൈഡ് കയറി ചെറിയ വഴിയിലോട്ട് കയറി. 2 സൈഡിലും കരിമ്പ് കൃഷിയാണ്. ഇവിടുന്ന് സിഡിയിലോട്ട് ഇനി പോകാൻ 70 കിലോമീറ്ററേ ഉള്ളൂ. സാധാരണ പറയുന്നത് ഈ ശനി മന്ദിറിലും പോയി ശിരഡിയിൽ സായിബാബ മന്ദിറിലും ഒരുമിച്ച് പോകണമെന്നാണ് പറയുന്നത്. നമ്മളിതുവരെ അങ്ങനെ പോയിട്ടില്ല. ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കാണുന്നത് കരിമ്പിൻ്റെ കൃഷിയാണ്. 2 സൈഡിലും നിറച്ച്. ഇവിടെ സൈഡിൽ മരങ്ങളായതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല. ഹമ്മന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കരിമ്പ് കയറ്റി വിടുന്നത് ഇവിടുന്നാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് നല്ല നിറച്ച് കരിമ്പാ മൊത്തം. നല്ല രസമാണ്. 2 സൈഡിലും മരങ്ങളിങ്ങനെ ഇങ്ങനെ പോകാൻ കൊള്ളാം. നല്ല ഗ്രീനറി.
शनीश्वर देवस्थान शनि सिंगनापुर. നോക്കൂ ഇവിടെ എല്ലാം കരിമ്പാണ്. ചിലയിടത്തൊക്കെ തന്നെ കൃഷി എടുത്തിട്ട് എല്ലാം കത്തിച്ചിട്ടേക്കുന്നത് കാണാൻ പറ്റും. അത് വെട്ടിക്കഴിഞ്ഞിട്ട് ആ സ്ഥലത്തിനകത്ത് വലിയൊരു മരം നിൽക്കുന്നുണ്ടോ. അടുത്ത കൃഷിക്ക് തയ്യാറാക്കിയിട്ടേക്കുന്നവര് എല്ലാം കാണാൻ പറ്റി ഈ വഴിക്ക് വരുമ്പോൾ. കൃഷി തുടങ്ങുന്നതും ചെയ്ത് കഴിഞ്ഞതും നീ ചെയ്യാൻ പോകുന്നതും. ഇത് കോട്ടനാണെന്ന് കരിഞ്ഞു നിൽക്കുന്നത്. കൃഷി വിളവെടുത്ത് കഴിഞ്ഞിട്ടെല്ലാം സ്ഥലം ഒരുക്കിയിട്ടേക്കും അടുത്ത്. നല്ല രസമുണ്ട് നമ്മൾ നാട്ടിൻപുറത്തൂടെ പോകുന്നതിനോടല്ലേ. ആ സൂര്യപ്രകാശം കൂടെ അടിക്കുമ്പോൾ നല്ല തിളക്കം ചില ഇലകൾക്കൊക്കെ. ഇപ്പം ഇവിടെ തണുപ്പ് സീസണാണ്, പക്ഷെ വലിയ തണുപ്പൊന്നും ഇല്ല. എൻ്റെ ട്രാക്ടറൊക്കെ കൊണ്ടിട്ടേക്കുന്ന കലിപ്പ് കയറ്റിക്കൊണ്ട് പോകാനായിരിക്കും. ഇതെന്തോ പനയാണോ ഈ സംഭവം? അങ്ങനെ ഞങ്ങള് മന്ദിറിലോട്ട് കയറാൻ പോകുകയാണ്. വേ ടു മന്ദിർ. ഇവിടെ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ വാങ്ങിച്ചാലോ മന്ദിറിൽ കൊടുക്കാൻ. ഇവിടെ നിറച്ച് കടകളൊക്കെ ഉണ്ട്, സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയത്. എണ്ണ പക്ഷെ നമ്മളിവിടെ എണ്ണ അതൊക്കെ വാങ്ങിച്ചോണ്ട് മാത്രം പോവാം. വണ്ടിയുടെ സാധനങ്ങൾ കയ്യിലിടുന്നതും. ये घोड़े की नाल है, अपने मेन पेट में लगाने का. एक काशी धागा रहता है, हाथ में गले में पहनने का. ये शनि पर सेंटर रहता है, अपने पॉकेट में रखने का. एक बावली घर गाड़ी दुकान को उल्टा लगाने का. ये शनि कलश है, देवघर मंदिर में रखने का. ये शनि नवग्रह यंत्र है, अपने कैश काउंटर पे रखने का. और खाली नारियल है, बॉडी पे टच करने का, 3 बार घुमाने का और छोड़ देने का. पत्ते की माला, काला कपड़ा त्रिशूल पर चढ़ाने का. फूल बाबा जी के चरणों में चढ़ाने का. प्रसाद अपने घर लेके जाने का. നമുക്കിവിടെ ഒരു വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ശ്രീ शनीश्वर देवस्थान शनि सिंगनापुर में सभी भक्तों का हार्दिक स्वागत है. सुख दुख सब अपने हाथ में अच्छे काम कर्म करो. ഇത് സീരിയലിൻ്റെ ഒക്കെ പരസ്യം തോന്നുന്നു, സീരിയലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് എവിടെ കുടിക്കുന്ന വെള്ളമൊക്കെ ഉണ്ട്. ഇതൊരു അണ്ടർ പാസേജ് പോലെ. നമ്മൾ ഇതുവഴി കയറി ഇനി മേളിൽ ചെല്ലണം. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അറിയത്തില്ല, നോക്കാം എങ്ങനെയൊക്കെയാണ്. അപ്പുറത്തൂടെ തിരിച്ചു വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. തിരിച്ചു വരുന്നത് നമ്മൾ അതുവഴി. ഇപ്പം ഇതുവഴി പോയിട്ട് ഇത് അമ്മമാരും കയ്യിൽ പ്രസാദവും പൂവൊക്കെ ആയിട്ട് പോവുക. ഇത് വേറെ വെറൈറ്റി പ്രതിഷ്ഠ വരുന്ന ഫോട്ടോ കാണിച്ചു തരുന്നത്. ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. दर्शन पानी के അവിടെ രഥം ഇരിക്കുന്ന രഥം രഥം. ഇപ്പോൾ ഞാനിപ്പോൾ പിടിച്ചിട്ട് നമ്മൾ നേരെ ഇപ്പോൾ മന്ദിറിനകത്ത് അങ്കിട്ട് അവിടെ ചുരുക്കി ചുരുക്കിന്ന് പോവുക. നോക്കുക എന്തൊക്കെ സാധനം ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ നിന്ന് വാട്ടിലേക്ക് വെള്ളം എടുക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പോവും നേരെ എണ്ണയൊക്കെ വിൽക്കുന്ന കട. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്ന് നമ്മളിത് പുറത്തുനിന്ന് അവിടെ നിന്ന് കട ഉള്ളത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന്. ഇത് മന്ദിറിന് പുറത്തുനിന്ന് കാണുന്ന ലുക്ക് പ്രധാന കവാടം.
മെയിൻ വാതിൽ. നമ്മൾ പ്രസാദം വാങ്ങിച്ചതിനകത്തുനിന്ന് മാല ഇവിടെ ഇടണം, തുണി ഇവിടെ വെക്കണം. അവർ വെക്കട്ടെങ്കിത്തെ പ്രസാദത്തിലെ മാലയും നമ്മൾ തുണി ഇവിടെ വെക്കും. അവിടെ പൂർണ്ണം വെച്ച് തൊഴും. നേർച്ചയുടെ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വെക്കുന്നത്. ഓരോ സാധനങ്ങൾ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. നമ്മൾ വാങ്ങിച്ച എണ്ണ ഇവിടെ ഒഴിക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ, നമുക്ക് അവിടെ കയറി എണ്ണ ഒഴിക്കണമെങ്കിൽ ഒരാൾക്ക് 500 രൂപ ടിക്കറ്റ് എടുക്കണം. അല്ലാത്തവർക്ക് നമുക്ക് ഇവിടെ തേയില വെച്ചിട്ടും പോകാം. എൻ്റെ ആൾക്കാർ അവിടെ മണ്ടയ്ക്ക് പ്രതിഷ്ഠ കയറി എണ്ണ ഒഴിക്കുന്ന, അവിടെ എണ്ണ എടുക്കുന്നതിന് നമുക്ക് പൈസ കൊടുത്ത് കയറണം. ശനിദോഷങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് വന്ന് പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്, ശനീശ്വര ക്ഷേത്രം. ഇവിടുത്തെ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു 5 അടിയോളം ഉയരമുള്ള ഒരു കറുത്ത കല്ലാണ്. ഇതിനാണെങ്കിൽ മേൽക്കൂരയോ അങ്ങനെയൊന്നും ഇല്ല. ഭക്തർ നമുക്ക് കൊണ്ടുവരുന്ന എണ്ണയൊക്കെ ഒഴിച്ച് ഇവിടെ അഭിഷേകമൊക്കെ നടത്താം. അപ്പോൾ ഇവിടെ അഭിഷേകം നടത്തുന്നതിന് ഒരാൾക്ക് 500 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. പിന്നെ അപ്പുറത്ത് ഹനുമാൻ സ്വാമിയും ഒക്കെ, ശിവൻ്റെ തൃശൂലം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനടുത്തൊരു നന്ദിയുടെ വിഗ്രഹമുണ്ട്. ഇവിടെ കൂടുതലും പ്രധാനമായിട്ടുള്ള ദിവസം ശനിയാഴ്ചകളിലാണ്. ഇന്നിപ്പം ഞായറാഴ്ച ആണെങ്കിലും തിരക്കായി തുടങ്ങുന്നുണ്ട്. ഐതിഹ്യം എന്ന് പറയുന്നത് പ്രളയത്തിൽ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം ഒരു ഗ്രാമീണറിനൊരു ശില കിട്ടി, ഒരു കല്ല് കിട്ടി. അപ്പം ആ ഗ്രാമീണർ അതിനെ കമ്പ് കൊണ്ട് തന്നെ കൂറിയപ്പോഴങ്ങാണ്ട് അതിൽ നിന്ന് ചോര പൊടിയുകയും അതപ്പോൾ ആൾക്കാരെ എല്ലാം അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഗ്രാമീണരുടെ സ്വപ്നത്തിൽ ശനീശ്വരനെ കാണുകയും അങ്ങനെയാണ് ഈ മേൽക്കൂര ഇല്ലാത്ത ക്ഷേത്രം ഇവിടെ ആക്കിയെന്നും പറയുന്നുണ്ട്. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വീടുകൾക്കൊന്നും വാതിലുകളില്ല എന്നാണ് പറയുന്നത്. അപ്പം അവരെ ശനീശ്വരൻ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് വീടുകൾക്കൊന്നും വാതിലുകളില്ല. പിന്നെ ഇവിടെ ഒരു ബാങ്കിനും അങ്ങനെ പൂട്ടോ വാതിലുകളോ ഒന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് വന്നതാണ് ഇവിടെ. നമ്മൾ വന്നപ്പോൾ തിരക്ക് കുറവായിരുന്നു, ഇപ്പം തിരക്കൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇവിടെ വലിയൊരു വഞ്ചി ഇരിക്കുന്നു, ഹുണ്ടി. അത് കയറി വഞ്ചിയിൽ പൈസ. വലിയൊരു വഞ്ചി കേട്ടോ, അത് പൈസ ഇടാൻ പോയിരിക്കുന്ന 2 പേരുടെ.
അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പട്ടികളെയും പട്ടിക്കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. ശനീശ്വരദേവൻ്റെ പ്ലാൻ ഇഷ്ടപ്പെട്ടതാണല്ലോ പട്ടികൾ എന്ന് പറയുന്നത്. ഇത് അവനെ കൊണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഗണപതി ഹോമത്തിൻ്റെ തൊട്ടുള്ളതാന്ന് തോന്നുന്നു കേട്ടോ. തേങ്ങയൊക്കെ ഇട്ട് കത്തിക്കുന്നത്. ലക്ഷ്മി മന്ദിർ. കിണറുണ്ട് ഇവിടുത്തെ. തോപ്പിയും കൂടെ പ്രസാദം വാങ്ങിക്കാൻ നിൽക്കുന്നത്. 2 പേർക്ക് 20 റുപ്പീസേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. 20 ശ്രീ ശനീശ്വർ ദേവസ്ഥാൻ ബർഫി പ്രസാദ് സേ 20. അബി വാങ്ങിക്കേ കാണിക്ക്. ഇതാണ് ബർഫി. ഇതാണ് എൻ്റെ പൊട്ടിയ ബർഫി. പ്രസാദത്തിന് ടേസ്റ്റ് കൂടിയോണ്ട് അച്ഛനും മോനോട് വീണ്ടും പോയേക്കുന്നത് വാങ്ങിക്കാൻ. നല്ല രസമുണ്ട് ഈ സ്ഥലത്തൊക്കെ നിൽക്കാൻ, നല്ല തണുപ്പ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. ദർശനം കഴിഞ്ഞ് പ്രസാദം വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഇറങ്ങുവാണ്, തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാറായപ്പോഴത്തേക്ക് നല്ല തിരക്കാവുന്നുണ്ട്, നല്ല ആൾക്കാർ കൂടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഇപ്പോൾ തിരക്കില്ലായിരുന്നു. ഇനി നമ്മൾ തിരിച്ചണ്ടർ പാസേജിലെത്തി നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ ശനി മന്ദിരിൽ നിന്ന് തിരിച്ച് പ്രസാദം ദർശനമൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തപ്പുക. അതുകൊണ്ട് നമ്മളവിടെ മന്ദിരിൽ നിന്ന് ഫോട്ടോ എടുത്തത്. ഇത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കരിമ്പെല്ലാം വെട്ടിക്കൊണ്ട് ട്രാക്ടറിനകത്ത് കൊണ്ടുപോകുന്നു. ഇതാണ് ഈ കാണുന്നത്. കഴിക്കാൻ കയറി ഇവിടെ ചെറിയ കടയിൽ പൂരി ബാജിയാണ് പറഞ്ഞേക്കുന്നത്. പൂരി ബാജി പേര് മാത്രമേ ഉള്ളൂ. പിന്നെ വടാപ്പാവ്, പിന്നെ പക്കോട. ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതേണ്ട ആ വീടിനൊന്നും വാതിലുകളില്ലെന്ന് കേട്ടോ, കട്ടള മാത്രമേ ഉള്ളൂ. പുതിയ വീടുകൾക്കൊക്കെ ഉണ്ട്, പഴയ വീടുകൾക്കൊന്നും വാതിലില്ല. അവരൊക്കെ കർട്ടനൊക്കെ ആയിട്ടാണ് രാത്രിയിൽ കിടക്കുന്നത്, പകല് തുറന്നിട്ടേക്കും.
വന്നത്. ഇനി നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ താങ്ക് യു ഫോർ ദ വാച്ചിങ്.